അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് ഇത്രയും പ്രോബ്ലം ആയിരുന്നു. അടുത്തത് റൊട്ടേഷൻ അണ്ടർ എ കോൺസ്റ്റന്റ് മൊമെന്റ്. കോൺസ്റ്റന്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടോർക്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സംഭവം. ഓക്കെ, റൊട്ടേഷൻ. ദ ഇക്വേഷൻ ഓഫ് റിജിഡ് ബോഡി റൊട്ടേറ്റിംഗ് അബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്. അപ്പോൾ ടി ഇസിക്കൽ ഐ ആൽഫ അറിയാം അല്ലെ? ഒരു ഫിക്സ്ഡ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ടോർക്കാണ് അല്ലെങ്കിൽ ടേണിംഗ് മൊമെന്റ് ആണ് അല്ലെ? അതാന്ന് പറയുന്നതാണ് ഐ ഇൻറ്റു ആൽഫ. ആൽഫയ്ക്ക് വരാൻ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എഴുതാം അല്ലെ? അപ്പോൾ നമുക്ക് ഡി സ്ക്വയർ ഇത് ഐ ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുമല്ലോ. When the moment t is a constant ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി തീറ്റ ബൈ ഡി ടി വിത്ത് റെസ്പെക്ട് ടു ടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു ടി പ്ലസ് C1 കിട്ടും കോൺസ്റ്റന്റ്. ഒന്നുകൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ കിട്ടും. തീറ്റ ഇസ് ഈക്വൽ ടു ടി ബൈ ഐ ടി സ്ക്വയർ ബൈ 2 പ്ലസ് C1 ഇൻറ്റു ടി പ്ലസ് C2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അത് അറിയാവുന്ന കാര്യങ്ങളാണ്. അതാണ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന. ഇത് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ 3 മാർക്കിന്റെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും എഴുതാൻ പറ്റും അല്ലെ? ഇത് സിമ്പിളാ സംഭവം. ഓക്കെ, അപ്പൊ ഇതാണ് കോൺസ്റ്റന്റ് മൊമെന്റിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉള്ള നമ്മുടെ ഇക്വേഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു തീറ്റ ഈസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ടി ബൈ ഐ. ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാം, ഐ കണ്ടുപിടിക്കാം. ഓക്കെ, ഐ ഇക്വേഷൻ എഴുതാം, എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇതാണ് കോൺസ്റ്റന്റ് ടോർക്കിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻസ് ഇതാണ്. ഓക്കെ, next problem. The rotor and the shaft weighs 2500 Newton and the radius of gyration with respect to the axis of rotation is 250 mm. Calculate the acceleration. 250 mm meter ആക്കണം. Calculate the acceleration of the falling weight for 450 Newton if the shaft radius is 125 mm ആണ് shaft radius. അതും നമ്മൾ റേഡിയസ് എന്താക്കണം? അപ്പൊ ഷാഫ്റ്റിന്റെ ഓക്കെ, calculate the acceleration of the falling weight if the shaft radius is 125 mm. ഓക്കെ, അപ്പോ നമുക്കറിയാം ഒരു വെയിറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ റോട്ടർ ആൻഡ് ദ ഷാഫ്റ്റ് അറിയാലോ, നമ്മുടെ ഈ ടേബിൾ ഫാനിലൊക്കെ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. റോട്ടർ ഉണ്ട്, അത് മോട്ടറുമായിട്ട് ഫിക്സ് ചെയ്തൊക്കെ ഇങ്ങനെ ഒരു ഷാഫ്റ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് റോട്ടർ ആൻഡ് ഷാഫ്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ഷാഫ്റ്റിന്റെ ഷാഫ്റ്റ്. നമ്മൾ 2D കാണുമ്പോൾ നമ്മൾ ഇത് വരച്ചിട്ടുണ്ട്. അവിടെ ഒരു വെയിറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഒരു വെയിറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. ഷാഫ്റ്റിന്റെ റേഡിയസും പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഷാഫ്റ്റിന്റെ 0.125 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? കെ പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ഓഫ് ഗൈറേഷൻ പറഞ്ഞിട്ടല്ലേ? എം കെ സ്ക്വയറിന്റെ കെ. എം കെ സ്ക്വയർ അല്ലേ? ഐ എന്ന് പറയുന്നത് എന്താ? എം കെ സ്ക്വയർ ആണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എഴുതണം. റേഡിയസ് മാത്രമാണെങ്കിൽ എം ആർ സ്ക്വയർ ബൈ 2 ആണ് ഇക്വേഷൻ. അതും കൂടെ ഓർത്തോണം. എം ആർ സ്ക്വയർ ബൈ 2 ആണ്. കെ ആണെങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണെങ്കിൽ കെ, റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ ആർ സ്ക്വയർ ബൈ 2 എന്ന് എഴുതും. ഓക്കെ, ഇനി ആക്സിസ് ഓഫ് റൊട്ടേഷൻ 250. ഓക്കെ, ഇനി ടോർക്ക് ഡ്യൂ ടു വെയിറ്റ്. അപ്പൊ ഇതിന്റെ അകത്ത് ടോർക്കിന് 2 ഇക്വേഷൻ എനിക്ക് എഴുതാൻ പറ്റും. കാരണം ടി ഇസിക്കൽ ഐ ആൽഫ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. ടോർക്കിന് വേറൊരു ഇക്വേഷൻ ടി ഇസിക്കൽ ടു എഫ് ഇൻറ്റു ആർ എന്നും പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഫോഴ്സ് ഇൻറ്റു റേഡിയസ് ഓഫ് ദ ആക്സിസ്. ഓക്കെ, എഫ് ഇൻറ്റു ആർ. എഫിന് പകരം ഞാൻ കൊടുക്കുന്നത് ഇവിടെ പി ആണ് കൊടുക്കുന്നത്. എഫിന് പകരം പി ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, ഈ വെയിറ്റിന് ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതാണ് പി എന്ന് പറയുന്നത്. വെയിറ്റ് ഇങ്ങനെ ഹാങ് ചെയ്തേക്കാണ്, അത് ഓപ്പോസിറ്റ് ഒരു ടെൻഷൻ ആണ്, അതാണ് പി. അതുകൊണ്ടാണ് ഇവിടെ ഒരു ടോർക്ക് ഉണ്ടാവുന്നുണ്ട്. അതാണ് ഈ 2 ഇക്വേഷനെ എനിക്ക് ഇവിടെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. കാരണം രണ്ടും ടോർക്കാണ്. ടോർക്ക് ഡ്യൂ ടു വെയിറ്റ് എന്ന് പറഞ്ഞാണ് പി. പി ഇൻറ്റു ആർ കണ്ട. ടോർക്ക് ഡ്യൂ ടു വെയിറ്റ്, ടോർക്ക് ഡ്യൂ ടു വെയിറ്റ്, ടെൻഷൻ ആണ് പി എന്ന് പറയുന്നത്. ഇനി ഐ ആൽഫ നമുക്ക് ഇക്വേഷൻ അറിയാവുന്ന ഇക്വേഷൻ ആണ്. ഒരു സംഭവം ഒരു ഫിക്സ്ഡ് പോയിന്റിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ടോർക്കിന്റെ ഇക്വേഷൻ ഐ ആൽഫ. അപ്പൊ രണ്ടും ഇക്വേറ്റ് ചെയ്താൽ എനിക്ക് ഇതിന്റെ അകത്തുനിന്ന് എന്ത് കിട്ടും? ഇങ്ങനെ ഇക്വേഷൻ കിട്ടുമല്ലോ. പി തന്നിട്ടുണ്ടോ? ഇല്ല.
ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുമല്ലോ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. കെ അറിയാം, എം അറിയാം, വെയിറ്റ് ആണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് ബൈ 9.81. R തന്നിട്ടുണ്ട്, റേഡിയസ് 0.125 റേഡിയസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അത് അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്ത് വെക്കാം. അപ്പോ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? P is equal to 101.9.37 into A ആക്സിലറേഷൻ. അപ്പൊ ഇത്രയും. ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് വരയ്ക്കുക. ഈ സാധനത്തിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്താ പറഞ്ഞേ? ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്താ? എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം, അതിന്റെ ഫോഴ്സസ്. ഇങ്ങനെ ഒരു സംഭവം. ഇതിന്റെ ആക്സലറേഷൻ എങ്ങോട്ടാ? ആക്സലറേഷൻ എങ്ങോട്ടാ? മേലോട്ടാണോ താഴോട്ടാണോ? ഈ ബോഡിയുടെ ആക്സലറേഷൻ എങ്ങോട്ടാ? ആക്സലറേഷൻ എങ്ങോട്ടാ? ആരെങ്കിലും പറഞ്ഞോ ആക്സലറേഷൻ എങ്ങോട്ടാ? മുകളോട്ടാണോ താഴോട്ടാണോ? സെനു, കേൾക്കുന്നില്ല? അനഘ, ആക്സലറേഷൻ എങ്ങോട്ടാണ് പോകുന്നത് ഈ ബോഡിയുടെ? ഇങ്ങനെ ഹാങ് ചെയ്യുമ്പോ ആക്സലറേഷൻ എങ്ങോട്ടാണ്? എങ്ങോട്ടാണ് മൂവ്മെന്റ്? മുകളിലേക്കാണോ താഴോട്ടാണോ? മുകളിലോട്ടോ? ഇങ്ങനെ ഒരു സംഭവം, ആക്സലറേഷൻ താഴോട്ട്. അപ്പോ ഇനർഷ്യ എങ്ങോട്ടായിരിക്കും? ആക്സലറേഷൻ താഴോട്ടാണെങ്കിൽ ഇനർഷ്യ എങ്ങോട്ടായിരിക്കും? മോളോട്ട്. പഠിച്ചില്ലല്ലേ? ചുമ്മാ എഴുതി വെച്ചേക്കുവാ അല്ലേ നോട്ട്? പിടിക്കുന്നുണ്ട് ഞാൻ. പഠിക്കാം സാർ. ഫിസിക്കൽ MA. ഓക്കെ, അപ്പോ ഓപ്പോസിറ്റ് ആണ് ഫോഴ്സ്. ആക്സലറേഷൻ താഴോട്ടാണ്. ഓക്കെ, വെയിറ്റ് താഴോട്ടാണ്, P മോളോട്ടാണ് അല്ലെ? അപ്പോ ഞാൻ പറഞ്ഞു ആക്സലറേഷന്റെ ഡയറക്ഷൻ ഉള്ള എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്കുക, ഓപ്പോസിറ്റ് അല്ല നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഞാൻ ഡൈനാമിക് ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എന്ത് വരും? ആക്സലറേഷന്റെ ഡയറക്ഷനിൽ വെയിറ്റ് ഉണ്ട് W. അടുത്തത് P മുകളിലേക്കാണ്, ഓപ്പോസിറ്റ് ആണ്, W മൈനസ് P. മൈനസ് അല്ലേ F? മൈനസ് F ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. ഓക്കെ അല്ലേ? W മൈനസ് P മൈനസ് W ബൈ G എന്ന് പറഞ്ഞാൽ MA ആണ്. MAക്ക് വരും W ബൈ G ഇൻറ്റു A ഈസ് ഈക്വൽ ടു 0. W ഈസ് ഈക്വൽ ടു P പ്ലസ് ഇത്രയും കിട്ടി. Pക്ക് പകരം എന്തിട്ട് കൊടുക്കുക? ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. Pക്ക് പകരം ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എയില് ടേംസ് കിട്ടും അല്ലേ? A ടേംസ് കിട്ടും. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്താൽ എയുടെ ടേംസ് ഇക്വേഷൻ ആൻസർ കിട്ടും. ഈസി അല്ലേ സംഭവം? അപ്പോ ആദ്യം നമ്മള് ടോർക്ക് വെച്ചിട്ട് ഇക്വേഷൻ എഴുതി, അതൊരു ഇക്വേഷൻ ഫോം ചെയ്തു. അടുത്തത് ഇത് ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. അടുത്തത് ഫ്രീ ബോഡി ഡയഗ്രാം നിങ്ങൾ നോക്കുക. ഫ്രീ ബോഡി ഡയഗ്രത്തില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നോക്കുക. അത് ഇക്വേഷൻ ഫോം ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കും, നമുക്ക് എയും കിട്ടും. ഓക്കെ, ഈസി. അടുത്ത ക്വസ്റ്റ്യൻ. A solid circular drum of radius 0.3 meter and weight 150 Newton is free to rotate about its geometry axis. Wound around the circumference of a drum is a flexible cord carrying at its free end of the weight 45 Newton. If the weight is released from the rest, find the time T. Released from the rest, find the time. Our equation of motion വരുന്നുണ്ട്. Find the time T required for it to fall through the height of 3 meter. അപ്പോ എന്താണ് പറഞ്ഞത്? ഒരു ഡ്രം ഉണ്ട്, ആ ഡ്രമ്മിൽ ഒരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട്, ആ ഡ്രമ്മിൽ നിന്ന് ഒരു വെയിറ്റ് ഹാങ് ചെയ്തിട്ടിരിക്കുന്ന സ്ട്രിങ് ഉണ്ട്. ഓക്കെ, താഴോട്ടൊരു ഫോഴ്സ് ഉണ്ട്, താഴോട്ട് ഫോഴ്സ് വരുന്നുണ്ട്. If the weight is released from the rest, find the time T required for it to fall through the height of 3 meter. അപ്പൊ എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? Find the time T
required for to fall through the height of 3 meter താഴോട്ട് വരാനുള്ള 3 മീറ്റർ താഴോട്ട് വരാനുള്ള ടൈം ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോ 6 കൊടുത്തിട്ടുണ്ട്, 2 വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ 2 വെയിറ്റാ? ഡ്രമ്മിന് ഒരു വെയിറ്റ് കൊടുത്തിട്ടുണ്ട് 150 ന്യൂട്ടൺ എന്നും, പിന്നെ എന്താ കൊടുത്തിട്ടുള്ളത്? വെയിറ്റിന് 45 ന്യൂട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രമ്മിന് ഒരു വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, ഈ ഇതിനും 45 ന്യൂട്ടൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഫോം ചെയ്യാലോ നമുക്കിവിടെ. ഇക്വേഷൻ ഫോം ചെയ്യാലോ. എന്താണ് ഇക്വേഷൻ ഫോം ചെയ്യുന്നത്? ടി ഈസ് ഈക്വൽ ടു പി ആർ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ഞാൻ പറഞ്ഞില്ലേ, പി ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ, ടോർക്കിന്റെ ഇക്വേഷൻ, ഐ ആൽഫ എന്ന് പറഞ്ഞ 2 ഇക്വേഷൻ ആണ്. അങ്ങനെ ഞാൻ പി ആർ ഈസ് ഈക്വൽ ടു ഐ ആൽഫ എഴുതി, ഐക്ക് വരാം എം കെ സ്ക്വയർ എഴുതി, ഇൻറ്റു ആൽഫയ്ക്ക് പകരം ഞാൻ എന്തെഴുതും? ആൽഫയ്ക്ക് പകരം ഞാൻ എന്ത് എഴുതാന്ന്? ആൽഫ ഈസ് ഈക്വൽ ടു ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ A is equal to linear acceleration is equal to angular acceleration into radius ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൽഫ ഈസ് ഈക്വൽ ടു എ ബൈ ആർ അല്ലേ? ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ. ഇവിടെ അത് എന്തുകൊണ്ടാണ് നമ്മൾ എഴുതിയത്? റേഡിയസ് തന്നിട്ടുണ്ട്, ആൽഫ തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇക്വേഷൻ എഴുതിയത്. ആ ഇക്വേഷനും മറക്കരുത്. ഓക്കെ അല്ലേ? ഇനി പി ആർ ഈസ് ഈക്വൽ ടു, അതാണ് എ ബൈ ആർ എന്ന് വന്നത്. ഓക്കെ, പി ആർ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2. അപ്പൊ ആർ ആണ് തന്നിട്ടുള്ളത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ അല്ല, റേഡിയസ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിനെ കെ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ 2 എന്ന് എഴുതി ഈക്വേഷൻ. ഓക്കെ, ഇൻറ്റു എ ബൈ ആർ ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു, അപ്പൊ ഈ ആറും പോവും, ഈ ആറും പോവും, ഈ ആറും പോവും, ഈ ആർ സ്ക്വയറും പോവും, എല്ലാം പോവും, കിട്ടുന്ന എം എ ബൈ 2 ആവും. മനസ്സിലായോ? പി ഇസ് ഈക്വൽ ടു എം എ, എമ്മിന് നമുക്ക് വെയിറ്റ് തന്നിട്ടുണ്ട്, ഇൻറ്റു എ ബൈ ടി. ഈ വെയിറ്റ് ഏത് വെയിറ്റ് ആണ്? നമ്മൾ ഈ പറഞ്ഞത് ഡ്രമ്മിന്റെ ആണ് പറയുന്നത് കേട്ടോ, ഡ്രമ്മിലുള്ള വെയിറ്റാ. ഇതിന്റെ വെയിറ്റ് വേറെയാ. ഇതിന്റെ വെയിറ്റ്, ഈ ഡ്രമ്മിന്റെ വെയിറ്റ് ആണ് ഈ ടോർക്ക്. ഈ ടോർക്ക് എല്ലാം ഡ്രമ്മിന്റെ, അത് കാരണം ഡ്രം അല്ലേ കിടന്ന് കറങ്ങുന്നത്, ആ ഡ്രമ്മിന്റെ വെയിറ്റാ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്തല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ആ ഇക്വേഷൻ ഫോം ചെയ്യണം. ആ ഫോം ചെയ്യുന്ന ഇക്വേഷൻ എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു വെയിറ്റ്, താഴോട്ടുള്ള വെയിറ്റിന്റെ സംഭവമാണ് കൺസിഡർ ചെയ്യുന്നത്. കണ്ടോ, 45 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ താഴോട്ട് ആക്സലറേഷൻ, മേളോട്ട് ഇനേർഷ്യ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യണം. ആക്സലറേഷന്റെ ഡയറക്ഷനിലുള്ളത് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുത്തു, ബാക്കി നെഗറ്റീവ് ആയിട്ട് എടുക്കണം. മൈനസ് എം എ ഈക്വൽ ടു 0, സബ്സ്റ്റിറ്റ്യൂട്ട് 1 ഇതങ്ങോട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആക്സലറേഷൻ കിട്ടും. ഇനി എന്താ ചോദിച്ചിട്ടുള്ളേ? ഇനി എന്താ ചോദിച്ചിട്ടുള്ളേ? ഹൈറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്ത്? താണ്ടേ, ഇഫ് ദ വെയിറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ്, റെസ്റ്റിൽ നിന്ന് ഞാൻ റിലീസ് ചെയ്യുവാണെങ്കിൽ ഫൈൻഡ് ദ ടൈം റിക്വയർഡ് ഫോർ ഇറ്റ് ടു ഫോൾ ത്രൂ ദ ഹൈറ്റ് ഓഫ് 3 മീറ്റർ. ഒരു 3 മീറ്റർ ഹൈറ്റ് ഇങ്ങോട്ട് മാറാനുള്ള ടൈം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാം അല്ലേ? 3 മീറ്റർ ഹൈറ്റ് അല്ലെ, റിലീസ്ഡ് ഫ്രം റെസ്റ്റ് ആണ്. അപ്പോ ഒമേഗ 0 അല്ലെ, ഒമേഗ 0 അല്ലെങ്കിൽ ലീനിയർ ആക്സിലറേഷൻ, യു എടുത്താൽ മതി. ലീനിയർ ആക്സിലറേഷൻ, സ്ട്രിങ് താഴോട്ടല്ലേ, ലീനിയർ ആക്സിലറേഷൻ ആണ്. അപ്പോ നമുക്ക് എന്തെടുക്കാം? എസ് ഈസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എടുത്തൂടെ? ഹൈറ്റ് അല്ലേ ചോദിച്ചേക്കുന്നത്, എച്ച് യു എന്ന് പറഞ്ഞാൽ റെസ്റ്റീനാണ്. അപ്പൊ 0 അല്ലേ, യു ഈസിക്കൽ ടു 0, റെസ്റ്റീനാണ് സ്ട്രിങ്ങിന്റെ മോഷൻ. ഹാഫ് എ ടി സ്ക്വയർ ആക്സലറേഷൻ തന്നിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ആക്സലറേഷൻ പറഞ്ഞിട്ടുണ്ട്, ആ 3.678 പറഞ്ഞിട്ടുണ്ട്. ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിച്ചൂടെ? 3 മീറ്റർ ഹൈറ്റിലാണ് ഫോൾ ചെയ്യുന്നത്. ടൈം കണ്ടുപിടിച്ചൂടെ? ടൈം ഈസ് ഈക്വൽ ടു കിട്ടും. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, സംഭവം ഈസിയാണ്. അപ്പോൾ 2 പ്രോബ്ലമേ ഉള്ളൂ, ബാക്കി നിങ്ങൾ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് നോക്കി പഠിച്ചാലും മതി. ഓക്കെ, ബാക്കി നമുക്ക് അല്ലെങ്കിൽ നോക്കാം. ഞാൻ വീഡിയോ ഇട്ട് യൂട്യൂബിൽ ഇട്ട് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇതിന്റെ നോട്ട്സ് എഴുതി വെക്കണം. നമുക്ക് ഒരു അസൈൻമെന്റും കൂടെ ഉണ്ട്. അപ്പോൾ എക്സാം നല്ലോണം നിങ്ങൾ എഴുതണം. നിങ്ങളുടെ അസൈൻമെന്റ്
ഫസ്റ്റിന്റെ കാര്യത്തിൽ ഒന്നും തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇതിൻ്റെ അകത്ത് എത്ര മാർക്ക് മേടിക്കാമെന്നോ അത്രയും മാർക്ക് നിങ്ങൾ മേടിക്കണം. ഓക്കെ Okay, sir.